പാർവതിയുടെ പ്രത്യേകത ചാക്കോച്ച, എനിക്ക് പാർവതിയെ പലപ്പോഴും കാണുമ്പോൾ ഓരോ സിനിമയിലും ഓരോ രൂപത്തിലാണ് തിരിച്ചറിയാൻ തന്നെ പറ്റാത്തത്. ചാക്കോച്ചന് അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ പാർവതി? പ്രശ്നം മഹേഷിനിടെ, കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് വിദേശത്ത് നിന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് ക്ലൈമാക്സ് സീനാണ് ഏറ്റവും ആദ്യം തന്നെ മഹേഷിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് മഹേഷ് അതിന് മുമ്പ് എടുത്ത പോർഷൻസ്, ഒരു റഫ് കട്ട് ചെയ്തിട്ടുള്ളൊരു പോർഷൻസ് എന്നെ കാണിച്ചു തന്നു. അതിൽ കൂടുതലും പാർവതിയും ഫഹദുമായിട്ടുള്ള കോമ്പിനേഷൻ സീക്വൻസുകളാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മഹേഷിനോട് ആദ്യം ചോദിച്ചു, ഇത് പാർവതിയാണോ ആ ഇരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്റെ മനസ്സിൽ വന്ന ചോദ്യം മാത്രമല്ല അത് അല്ല, സിനിമ ഇൻഡസ്ട്രീന്റെ അവിഭാജ്യ ഘടകമായ ചാക്കോച്ചന്റെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുടെ മനസ്സിൽ ഇതെങ്ങനെയാ പാർവതി ഈ പറഞ്ഞ രൂപപരിണാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്? എന്തെങ്കിലും ഒടിവിത്ത് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ ഞങ്ങൾക്ക്. ബ്ലാക്ക് മാജിക്. ദി ഓൺലി മാജിക് ഇസ് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഞാൻ ഒരു രീതിയിലും ഹമ്പിൾ ആവാൻ ശ്രമിക്കുകയല്ല. പക്ഷെ ഒരു ഡയറക്ടറും ഒരു ആർട്ട് ഡയറക്ടർ ആയാലും ക്യാമറാമാനും കോസ്റ്റ്യൂം, ഇതിൽ എസ്പെഷ്യലി കോസ്റ്റ്യൂമിൽ ധന്യയും ഞാനും മഹേഷൊക്കെ ഇരുന്ന് സംസാരിച്ചത്, സമീറ എന്ന് പറഞ്ഞ കഥാപാത്രം എവിടുന്നായിരിക്കും ചുരിദാറിൻ്റെ തുണി വാങ്ങിയിരിക്കുക, അതേത് വാഷിംഗ് പൗഡർ വെച്ചിട്ടായിരിക്കും കഴുകിയിട്ടുണ്ടാവുക, അങ്ങനെ വാഷിംഗ് പൗഡർ വെച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇതിലായിരിക്കും പാച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. ഇങ്ങനത്തെ ഡിസ്കഷൻ ഒരു ആക്ടറും ഡയറക്ടറും ആർട്ട് ഡയറക്ടറും തമ്മിൽ ഉണ്ടാവുന്നതാണ് ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ. ഐ ഫീൽ ദിസ് ഇസ് ദ ഹോൾ പോയിന്റ് ഓഫ് മേക്കിംഗ് എ ഫിലിം. എൻ്റെ ഏറ്റവും ആദ്യത്തെ സീൻ എടുക്കുന്നത് ഫഹദുമായിട്ടുള്ള നമ്മുടെ സിനിമയുടെ ഏകദേശം അവസാനം വരുന്ന ഒരു സീൻ വെച്ചിട്ടാണ്. അത് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഫഹദിന്റെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനതിൻ്റെ കഥ കേൾക്കുന്നതും കഥ കേട്ടുടനെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത്. അപ്പം എനിക്കിത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനൊരു സിനിമ എന്തായാലും മലയാളത്തിൽ ഉണ്ടാകണമെന്ന് തോന്നി. അപ്പം ഇങ്ങനെയൊരു സിനിമ എന്നെ ഇൻവൈറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് നോന്ന് പറയാൻ തോന്നിയില്ല. അപ്പം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഗംഭീര സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ഗട്ട് ഫീലിംഗ് തന്നെയാണ് ഞാൻ ടേക്ക് ഓഫിനോടൊപ്പം അവസാനം അതിൻ്റെ ഒരു ഭാഗമായത്.